ഇത് ഷൂട്ട് ചെയ്തപ്പോൾ എന്താ പറയാ ധാരാളം തമാശകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. കാരണം ഡൈനോസർ മുൻപിലില്ലാതെ നമ്മൾ നോക്കുന്നു, പേടിക്കുന്നു, ഞെട്ടുന്നു അല്ലേ? അപ്പൊ എനിക്ക് ഡൈനോസറായിട്ട് ബേസിക്കലി ആക്ട് ചെയ്തത് അക്ഷയാണ്. അക്ഷയ ഞങ്ങളുടെ ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഡൈനോസറിന്റെ ലുക്കൊക്കെ തന്നിട്ട് അത് ശരി. ചില സമയത്ത് സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ല. ചില സമയത്ത് സൗണ്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അക്ഷയ് മുമ്പിൽ വന്നിട്ട് നമ്മുടെ ലാലടി പുലിമുറികൾ ചെയ്യുന്ന പോലെ എക്സ്പ്രഷൻ ഒക്കെ ചെയ്ത് എല്ലാരും പേടിപ്പിക്കാനൊക്കെ പല പല കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ. ടെറാനോസർ ഉണ്ട്, റാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഡൈനോസർ എന്ന് പറയുമ്പോൾ ഡൈനോസർ ആണല്ലോ, അല്ലാതെ ഇപ്പോഴും അറിയില്ല ആണല്ലേ? അറിയില്ല, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ടെറാനോസർ ഉണ്ട്, റാപ്റ്റർ ഉണ്ട്. അതെ, ഇതിനകത്ത് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ്. ഞാൻ തന്നെ അന്തിച്ചു പോയി. കാരണം എന്താ സംഭവം, ഇങ്ങനത്തെ സംഭവത്തിന് നമ്മൾ കണ്ടിട്ടില്ലോ. കാണുമ്പോ രസമാണ്. അത് ഭയങ്കര ഒരു ശരി. എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം അവിടെ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ന്യൂസ് കൂടി ഞങ്ങൾ കിട്ടു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചു. നോക്കിയപ്പോ ആന മരടിച്ചു കൊട്ടേക്കണു. പിന്നെ ആനപ്പിണ്ട് അങ്ങനെ ആകെ ഇതായിരുന്നു. അപ്പം ഡൈനോസറിനെ കണ്ട് പേടിക്കുന്നതിന് പകരം ആനയെ കണ്ട് ആനയെ കണ്ട് പേടിക്കുന്ന പേടിക്കേണ്ട അവസ്ഥ